നമസ്കാരം. KCN വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. GST പ്രാബല്യത്തിൽ വന്നതോടെ ചെക്ക് പോസ്റ്റുകളില്ലാതെ കേരള കർണാടക അതിർത്തി ഗ്രാമങ്ങൾ. മഞ്ചേശ്വരം വാമഞ്ചൂരിലെ ചെക്ക് പോസ്റ്റ് ഒഴിവാക്കിയതോടെ ആശങ്കയിൽ ചെറുകിട കച്ചവടക്കാർ. ജില്ലയിൽ കോഴി ഇറച്ചിക്ക് പൊള്ളുന്ന വില. കിലോയ്ക്ക് 110 രൂപയുണ്ടായിരുന്ന കോഴി ഇറച്ചിക്ക് വർദ്ധിച്ചത് 40 രൂപ. ആശങ്കയിൽ കച്ചവടക്കാരും ജനങ്ങളും. സെക്രട്ടേറിയറ്റ് മാർച്ചിന് നേരെ പോലീസ് നടത്തിയ ലാത്തിചാർജിൽ പ്രതിഷേധിച്ച് ABVP സംസ്ഥാന വ്യാപകമായി വിദ്യാഭ്യാസ ബന്ദ് നടത്തി. കാസർഗോഡ് നഗരത്തിൽ ABVP പ്രവർത്തകർ വിദ്യാഭ്യാസ മന്ത്രിയുടെ കോലം കത്തിച്ചു. വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരിന് SFI അവകാശ പത്രിക സമർപ്പിച്ചു. പത്രിക അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രവർത്തകർ കാഞ്ഞങ്ങാട് RD ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സംസ്ഥാന സർക്കാരിന്റെ സമ്പൂർണ്ണ ശുചിത്വ പദ്ധതിയിൽ അണിചേർന്ന് പോലീസ് സേനയും. ആദ്യ ദിവസം സ്വന്തം സ്റ്റേഷൻ പരിസരം ശുചീകരിച്ച് പോലീസുകാർ മാതൃകയായി. വാർത്തകൾ വിശദമായി. GST പ്രാബല്യത്തിൽ വന്നതോടെ അതിർത്തിയിലെ ചെക്ക് പോസ്റ്റുകൾ ഇല്ലാതായി. മഞ്ചേശ്വരം വാമഞ്ചൂരിൽ ചെക്ക് പോസ്റ്റ് ഒഴിവാക്കിയതോടെ ചരക്ക് ലോറികളുമായി വരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെ ആശ്രയിച്ച് ജീവിക്കുന്ന കച്ചവടക്കാർക്ക് തിരിച്ചടിയായി. വരുമാനം കുറഞ്ഞതോടെ മിക്ക കച്ചവടക്കാരും അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. ഇത് കേരള കർണാടക അതിർത്തിയിലെ പ്രവേശന കവാടമായ മഞ്ചേശ്വരം വാമഞ്ചൂർ ചെക്ക് പോസ്റ്റ്. GST നിലവിൽ വരുന്നതിന് മുൻപ് ഇവിടെ ചരക്ക് ലോറികളുടെ നീണ്ട നിര തന്നെ കാണുമായിരുന്നു. ഒന്നിലധികം ദിവസങ്ങളോളം ചെക്ക് പോസ്റ്റിൽ വാഹനങ്ങളുടെ നിര നീണ്ടു നിൽക്കും. ഏതു സമയത്തും ഇതര സംസ്ഥാന തൊഴിലാളികളുടെ തിക്കും തിരക്കും ബഹളവും മാത്രം. എന്നാൽ ജൂലൈ 1-ന് GST പ്രാബല്യത്തിൽ വന്നതോടെ കഥ മാറി. ചീറിപ്പാഞ്ഞു വന്ന് സഡൻ ബ്രേക്ക് ഇടുന്ന ചരക്ക് ലോറികൾക്ക് വാമഞ്ചൂർ ഇപ്പോൾ അന്യമായി കഴിഞ്ഞു. ചെക്ക് പോസ്റ്റ് പരിസരം തിരക്കൊഴിഞ്ഞ നിലയിലായി. ഇതോടെ ബുദ്ധിമുട്ടിലായത് ഇതര സംസ്ഥാന തൊഴിലാളികളെ മാത്രം ലക്ഷ്യം വച്ച് വാമഞ്ചൂർ ചെക്ക് പോസ്റ്റ് പരിസരങ്ങളിൽ കച്ചവടം നടത്തിയിരുന്ന തൊഴിലാളികളാണ്. ചരക്ക് ലോറികൾക്ക് സ്റ്റോപ്പില്ലാതായതോടെ പ്രദേശത്തെ ചെറുകിട ഹോട്ടലുകളും പെട്ടിക്കടകളും അടച്ചുപൂട്ടൽ ഭീഷണിയിലായി. വരുമാനം കുത്തനെ കുറഞ്ഞതോടെ 2 ക്യാൻറ്റീനുകൾ പൂട്ടി. കച്ചവട സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന അധിക തൊഴിലാളികളെ പിരിച്ചുവിടേണ്ട അവസ്ഥയിലാണ് തങ്ങളെന്ന് പ്രദേശത്തെ കച്ചവടക്കാർ പറയുന്നു. സാധാരണ 29-27 സ്റ്റാഫുകളും ഉള്ളതാണ്. അപ്പോൾ ഞങ്ങളൊരു 10-12 സ്റ്റാഫുകളുണ്ട്. എൻ്റെ ഭാര്യ കൊടുത്ത് 10-12 സ്റ്റാഫുകളാണ്. ഇപ്പോൾ GST വന്നതുകൊണ്ട് അതെല്ലാം പോയി. എന്തായാലും അതിപ്പോൾ പണിയില്ല. ഞങ്ങൾക്ക് ഈ ഡിക്ലറേഷൻ, ഈ ട്രാൻസിസ്റ്റ് പാസ് എല്ലാം എടുത്തുകൊണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ GST വന്നതുകൊണ്ട് അതെല്ലാം പോയി. ഒരു ഡിക്ലറേഷനിൽ ഒരു പണിയുമില്ല. ഇപ്പോൾ ഞാൻ എല്ലാ സ്റ്റാഫുകളെല്ലാം പിരിച്ചുവിട്ടു. ഞാനെ പിരിച്ചുവിട്ടു. കേന്ദ്രത്തിൻ്റെ റൂൾസ് GST വന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഇങ്ങനെ നടക്കുന്നത്. 10-11 മണിക്കാരുള്ള സ്ഥാപനമാണ് ഈ ഹോട്ടൽ. 10-11 മണിക്കാരൻ്റെ ഭാഗം കഷ്ടത്തിലാണ് ഇത് മുന്നേ പോകുന്നത്. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചെക്ക് പോസ്റ്റുകളില്ലാതായതിൽ ആനന്ദിക്കുന്നവരും പ്രദേശത്തുണ്ട്. എപ്പോഴും ഗതാഗതക്കുരുക്കുള്ള റോഡിലൂടെ ഇപ്പോൾ വാഹനങ്ങൾക്ക് തടസ്സമില്ലാതെ കടന്നുപോകാം. എങ്കിലും ജീവിതം മുന്നോട്ട് നീക്കാൻ മറ്റു ജോലികൾ തേടാൻ ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ. ന്യൂസ് ഡെസ്ക് KCN. ജില്ലയിലെ അതിർത്തി ഗ്രാമങ്ങളിൽ ഇറച്ചിക്കോഴികൾക്ക് പൊള്ളുന്ന വില. കിലോയ്ക്ക് 110 രൂപയുണ്ടായിരുന്ന കോഴിയിറച്ചിക്ക് പലയിടങ്ങളിലും ഈടാക്കുന്നത് 150 രൂപയാണ്. GST നിയമം നിലവിൽ വന്നിട്ടും ഇറച്ചിക്കോഴികൾക്ക് വില കൂടിയതിൽ ആശങ്കയിലാണ് ജനങ്ങൾ. GST നിലവിൽ വന്നതാണോ അതോ മറ്റെന്തെങ്കിലും കാരണമാണോ എന്നറിയില്ല. ജില്ലയിലെ കോഴിയിറച്ചി പ്രേമികൾക്ക് ഇത് തിരിച്ചടിക്കാലം. അതിർത്തി കടന്നെത്തുന്ന ഇറച്ചിക്കോഴികൾക്ക് മഞ്ചേശ്വരം, ഉപ്പള, തൂമിനാട്, കുഞ്ചത്തൂർ പ്രദേശങ്ങളിൽ കിലോക്ക് 150 രൂപയാണ് ഈടാക്കുന്നത്. അതിർത്തി വഴിയുള്ള നികുതി ഒഴിവാക്കിയിട്ടും കോഴിയിറച്ചിക്ക് വില കൂടിയതെങ്ങനെയെന്ന പ്രദേശവാസികൾക്കും വ്യക്തതയില്ല. ഇനിയും വില കൂടുമോ എന്ന ആശങ്കയിലാണ് കോഴിക്കച്ചവടക്കാരും. GST വന്നതന്നെ സാധാരണ 250 ആയി. അപ്പം നമുക്ക് പിക്കലും ബുദ്ധിമുട്ടും ആൾക്കാർ കൊണ്ടുവരും പങ്ങാന്ന് എല്ലാത്തിലും പ്രോബ്ലം തന്നെ GST വന്നതന്നെ. പിന്നെ ഇങ്ങനെ വിലയില്ലായി. ഇങ്ങനെ എത്ര 150, 110 തരണം. GST ഉണ്ടായ 130. ഇതൊരു വല്ലാത്ത റേറ്റായിപ്പോൾ. നമുക്ക് എന്താക്കണമെന്നില്ല ഇതിനെ പറ്റി. അതിർത്തിയിൽ നികുതിയടച്ച് ജില്ലയിലെത്തുന്ന കോഴികൾക്ക് വില കുറവായിരുന്നു. നികുതി എടുത്തു കളഞ്ഞിട്ടും വില കൂടിയതല്ലാതെ കുറഞ്ഞില്ല. ഇതുതന്നെയാണ് സാധാരണക്കാരെയും ആശങ്കയിലാഴ്ത്തുന്നത്. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. മെഡിക്കൽ ഫീസ് വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് ABVP നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിന് നേരെ പോലീസ് നടത്തിയ ലാത്തിചാർജ് പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് ABVP വിദ്യാഭ്യാസ ബന്ദ് നടത്തി. കാസർഗോഡ് നഗരത്തിൽ പ്രതിഷേധക്കാർ വിദ്യാഭ്യാസ മന്ത്രിയുടെ കോലം കത്തിച്ചു.
മെഡിക്കൽ ഫീസ് വർധനവിലും KTU വിദ്യാർത്ഥികളുടെ അവകാശ ലംഘനത്തിനെതിരെയും ABVP നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ച് അക്രമാസക്തമായിരുന്നു. ABVP സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള പ്രവർത്തകർക്ക് പരിക്കേറ്റതിൽ പ്രതിഷേധിച്ച് ABVP സംസ്ഥാനത്ത് വിദ്യാഭ്യാസ ബന്ദ് നടത്തി. ABVP പ്രവർത്തകർ കാസർഗോഡ് നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രവർത്തകർ വിദ്യാഭ്യാസ മന്ത്രിയുടെ കോലം കത്തിച്ചു. പ്രകടനത്തിന് ജില്ലാ ജോയിന്റ് കൺവീനർ രാഹുൽ പായിച്ചാൽ, K രാഹുൽ, ശ്രീജിത്ത്, സങ്കേത് തുടങ്ങിയവർ നേതൃത്വം നൽകി. കുമ്പളയിലും കാഞ്ഞങ്ങാട്ടും ABVP പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. നീലേശ്വരത്തെ പോലീസുകാരും സമ്പൂർണ്ണ ശുചിത്വ പരിപാടിയുടെ ഭാഗമായി മാറി. ആദ്യ ദിവസം സ്വന്തം സ്റ്റേഷൻ പരിസരം ശുചീകരിച്ച് പോലീസുകാർ മാതൃകയായി. പകർച്ചപ്പനിയും ഇതര കൊതുകുജന്യ രോഗങ്ങളും വ്യാപകമാകുന്ന സാഹചര്യത്തിലാണ് പോലീസ് ജീവനക്കാർ ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളികളായത്. 3 ദിവസം സ്റ്റേഷൻ പരിധിയിൽ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനത്തിൽ പങ്കെടുക്കണമെന്ന നിർദ്ദേശത്തെ തുടർന്നാണ് നീലേശ്വരം സ്റ്റേഷനിലെ പോലീസുകാരും പ്രവർത്തനം നടത്തിയത്. ആദ്യ ദിവസം സ്റ്റേഷൻ പരിസരം ശുചീകരിച്ചു. രണ്ടാം ഘട്ടത്തിൽ നീലേശ്വരം ഗവൺമെൻറ് ഹോമിയോ ആശുപത്രി, പേരൂർ ഗവൺമെൻറ് LP സ്കൂൾ പരിസരം എന്നിവിടങ്ങളിലാണ് ശുചീകരണം നടത്തിയത്. രാവിലെ പെയ്ത കനത്ത മഴയെ കൂസാതെയാണ് പോലീസ് ജീവനക്കാർ ശുചീകരണത്തിൽ പങ്കെടുത്തത്. കക്കൂസ് മാലിന്യം ഉൾപ്പെടെ നിറഞ്ഞ ആശുപത്രിക്ക് പിൻവശം പോലീസ് ഉദ്യോഗസ്ഥർ ശ്രമകരമായ രീതിയിലാണ് മാലിന്യ നിർമ്മാർജ്ജനം പൂർത്തിയാക്കിയത്. പേരൂർ ഗവൺമെൻറ് LP സ്കൂൾ പരിസരവും പോലീസുകാർ ശുചീകരിച്ചു. പ്രിൻസിപ്പൽ SI PV നാരായണൻ, അഡീഷണൽ SI EV രാജശേഖരൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ശുചീകരണം നടന്നത്. SFI സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ച 35 ഇന അവകാശ പത്രിക അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ RD ഓഫീസിലേക്ക് മാർച്ച് നടത്തി. SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ച 35 ഇന അവകാശ പത്രിക അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് കാഞ്ഞങ്ങാട് RD ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത്. കുന്നുമ്മൽ കേന്ദ്രീകരിച്ച് ആരംഭിച്ച പ്രകടനം RD ഓഫീസിനു മുന്നിൽ സംസ്ഥാന കമ്മിറ്റി അംഗം മുഹമ്മദ് അഫ്സൽ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ കഴിഞ്ഞ അധ്യയന വർഷം മെമ്പർഷിപ്പ് പ്രവർത്തനം ആരംഭിക്കുന്നത് തന്നെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് മെമ്പർഷിപ്പ് നൽകിയായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ വർഷം അവകാശ പത്രികയിൽ ഒന്നാമത്തെ മുദ്രാവാക്യമായി ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി സർക്കാർ പരിശ്രമം നടത്തണമെന്നാവശ്യപ്പെട്ടു. ഇതാ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന്റെ പ്രശ്നത്തിന് പരിഹാരം കാണുകയും ലോകത്തിലാദ്യമായ ഒരു ഗവൺമെന്റ് ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ സർക്കാർ ജോലി കൊടുക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വരാൻ കാരണം പ്രിയപ്പെട്ടവരെ SFI എന്ന് പറയുന്ന മഹാവിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ സമരത്തിന്റെ ഭാഗമായിട്ടാണ്. MV രതീഷ് അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി K മഹേഷ്, ഹബീബ്, സനൽ, അമ്പിളി, ശ്രീജിത്ത്, സുരാജ് തുടങ്ങിയവർ സംസാരിച്ചു. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് സൈന്യത്തിൽ ചേരുന്നതിന് മുന്നോടിയായി സൗജന്യ പരിശീലനം കണ്ണൂർ തില്ലങ്കേരിയിൽ ആഗസ്റ്റ് 14 ആരംഭിക്കും. ജില്ലയിൽ നിന്നും പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ കാസർഗോഡ് സിവിൽ സ്റ്റേഷനിലെ ധന്വന്തരി ഓഫീസിൽ പേര് രജിസ്റ്റർ ചെയ്യാൻ നിർദ്ദേശമുണ്ട്. 2017 നവംബറിലാണ് ആർമി റിക്രൂട്ട്മെന്റ് സംഘടിപ്പിക്കുന്നത്. 2017 നവംബർ മാസത്തിൽ നടക്കാനിരിക്കുന്ന ആർമി റിക്രൂട്ട്മെന്റിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനാണ് സൗജന്യ പരിശീലന പദ്ധതി ആവിഷ്കരിച്ചത്. ജില്ലയിലുള്ളവർക്ക് കളക്ടർ ജീവൻ ബാബുവാണ് സൗജന്യ പരിശീലന പദ്ധതി വിഭാവനം ചെയ്തത്. താൽപ്പര്യമുള്ളവർ കാസർഗോഡ് സിവിൽ സ്റ്റേഷനിലെ ധന്വന്തരി ഓഫീസിൽ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. SSLC, +2, ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് ആർമി, GD, ടെക്നിക്കൽ, സ്റ്റോർ കീപ്പർ, ക്ലർക്ക് വിഭാഗത്തിലാണ് പരിശീലനം ലഭിക്കുക. കണ്ണൂർ തില്ലങ്കേരിയിലെ എക്സാറ്റ് ട്രെയിനിംഗ് സെന്ററിൽ ആഗസ്റ്റ് 14 പരിശീലനം ആരംഭിക്കുന്നത്. കണ്ണൂർ ജില്ലാ കലക്ടർ പട്ടികജാതി പട്ടിക വിഭാഗക്കാർക്കായി സൈന്യത്തിൽ ചേരുന്നതിന് മുന്നോടിയായി ഒരു പ്രീ റിക്രൂട്ട്മെൻറ്റ് ട്രെയിനിങ്ങിന് ഞങ്ങൾക്ക് അനുമതി ലഭിച്ചിട്ടുണ്ട്. 2 മാസത്തെ പരിശീലനത്തിന് 30 പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട യുവാക്കളെ തിരഞ്ഞെടുക്കുക. എന്നിട്ട് അവർക്ക് നവംബറിൽ നടക്കാനിരിക്കുന്ന ആർമി റിക്രൂട്ട്മെൻറ്റ് റാലി
മികച്ച സെലക്ഷൻ വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. വാർത്താസമ്മേളനത്തിൽ കെ പ്രേമരാജൻ, മനു മോഹൻ, സജിൻ ജോസഫ് തുടങ്ങിയവർ സംബന്ധിച്ചു. മധൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ മഴപ്പൊലിമ 2017 എന്ന പരിപാടി സംഘടിപ്പിച്ചു. കുഡ്ലു ഗംഗൈ പാടയോരത്തിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് മാലതി സുരേഷ് ഉദ്ഘാടനം ചെയ്തു. മധൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിലാണ് കുഡ്ലു ഗംഗൈ പാടശേഖരത്തിൽ മഴപ്പൊലിമ 2017 എന്ന പരിപാടി സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് മാലതി സുരേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ನಾಡಿನ ಸಂಸ್ಕೃತಿಯನ್ನು ಎಲ್ಲರ ಮನಸ್ಸಿಗೆ ಒಂದು ಮರೆತು ಹೋದ ಒಂದು ದೃಶ್ಯವನ್ನು ಪುನಃ ನೆನಪಿಸಿಕೊಂಡು ಆ ಒಂದು ಕಾರ್ಯಕ್ರಮವನ್ನು ಇನ್ನು ಮುಂದೆ ಸಮಾಜದಲ್ಲಿ ಎಲ್ಲರಿಗೂ ನಮ್ಮ ಹಳೆಯ ಒಂದು ಸಂಪ್ರದಾಯ ಸಂಸ್ಕೃತಿ ಹೀಗೆ ಇತ್ತು ಎಂಬ ಒಂದು ಕಾರ್ಯಕ್ರಮವನ್ನು ನಾವು ಇವತ್ತು ಕುಟುಂಬಶ್ರೀ ಮೂಲಕ ಹಮ್ಮಿಕೊಂಡಿದ್ದೇವೆ. ಈ ಒಂದು ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಎಲ್ಲರೂ ಮನಸಾರೆ ಒಂದು ಕಾರ್ಯಕ್ರಮ, ಇದು ಯಾವುದೇ ಕಾರ್ಯಕ್ರಮ ಆಗಲಿ ಇದು ನಮ್ಮ ಕಾರ್ಯಕ್ರಮ ಎಂಬ ಒಂದು ವಿಷಯವನ್ನು ಮನಸ್ಸಿನಲ್ಲಿ ಇಟ್ಟುಕೊಂಡು ಇಷ್ಟು ಒಳ್ಳೆ ಕಾರ್ಯಕ್ರಮ ಈ ಒಂದು ಮಳೆಗಾಲದಲ್ಲಿ ಕೂಡ ನಾವು ಹಮ್ಮಿಕೊಂಡಿದ್ದೇವೆ. ചടങ്ങിൽ CDS ചെയർപേഴ്സൺ ദാക്ഷായണി സതീഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ വിഷൻ കോർഡിനേറ്റർ രഞ്ജിത്ത് മുഖ്യാതിഥിയായി. ദിവാകരാചാര്യ, പുഷ്പ, വെങ്കട്ടരമണ, ശ്രീധര കേളുകുട്ടെ, ഓമന, ജയ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ കലാകായിക മത്സരങ്ങൾ മഴപ്പൊലിമയുടെ ഭാഗമായി സംഘടിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് KCN. ശിവാനന്ദ ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് യോഗയും ശാരദാംബ ഭജന സേവാ സംഘവും സംയുക്തമായി നടത്തുന്ന സൗജന്യ യോഗാസന പ്രാണായാമ പരിശീലനം ആരംഭിച്ചു. കാസർഗോഡ് അണങ്കൂരിൽ ആരംഭിച്ച പരിശീലനം ശാരദാംബ ഭജന സേവാ സംഘം പ്രസിഡന്റ് A. സതീഷ് ഉദ്ഘാടനം ചെയ്തു. രോഗനിവാരണത്തിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിൻ്റെയും ഭാഗമായാണ് കറന്തക്കാട്ടിൽ സൗജന്യ യോഗാസന പ്രാണായാമ പരിശീലനം ആരംഭിച്ചത്. യോഗാചാര്യ വിജയം പരമനടക്കമാണ് പരിശീലനത്തിന് നേതൃത്വം നൽകുന്നത്. ശാരദാംബ ഭജന സേവാ സംഘം പ്രസിഡന്റ് A. സതീഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വെങ്കടേശ ഭട്ട് അധ്യക്ഷത വഹിച്ചു. യോഗഗുരു M. സുരേന്ദ്രനാഥ് മുഖ്യപ്രഭാഷണം നടത്തി. അനീഷ് നുള്ളിപ്പാടി, മുനിസിപ്പൽ കൗൺസിലർ ജാനവി, ഡോക്ടർ രൂപ വി റാവ് തുടങ്ങിയവർ സംസാരിച്ചു. മനോരോഗികളാಗಿ ಪರಿವರ್ತನೆ ಮಾಡುತ್ತದೆ. ಹಾಗೆ ಮಾಡುವಾಗ ಸೈಕೋಸೊಮ್ಯಾಟಿಕ್ ಡಿಸಾರ್ಡರ್ ವ್ಯಾಧಿ ಅಂತ ಏನು ಹೇಳ್ತೇವೋ ಅದಾಗಿ ಪರಿಣಮಿಸ್ತದೆ. ಎಲ್ಲರ ಉದ್ದೇಶ ಸ್ವಸ್ಥಸ್ಯ ಸ್ವಾಸ್ಥ್ಯ ರಕ್ಷಣ ಹೇಳಿದರೆ ಆರೋಗ್ಯವನ್ನೇ ಕಾಪಾಡುವ ಒಂದು ರೀತಿ. ಅದು ಆಯುರ್ವೇದ ಆಗಿರ್ಬೋದು. കൊതുകുകളെയും കൂത്താടികളെയും നശിപ്പിക്കാൻ ഇനി ജൈവ കീടനാശിനി. ചെറുവത്തൂർ പഞ്ചായത്തിലാണ് പരിസ്ഥിതിക പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ ജൈവ കീടനാശിനി ഉപയോഗിച്ച് കൊതുക് നിർമ്മാർജ്ജനം നടത്തുന്നത്. ഈ രീതി അവലംബിച്ച ജില്ലയിലെ ഏക പഞ്ചായത്താണ് ചെറുവത്തൂർ. കൊതുകുജന്യ രോഗങ്ങളുടെ നിയന്ത്രണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് ചെറുവത്തൂർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന്റെ സഹകരണത്തോടെയാണ് കൂത്താടി നശീകരണത്തിനായി വെള്ളക്കെട്ടുകളിൽ ജൈവ കീടനാശിനി തളിക്കുന്ന പ്രവർത്തനം ആരംഭിച്ചത്. ബാസിലസ് ടൂറിൻജെയിൻസ് എന്ന ബാക്ടീരിയയെ ഉപയോഗിച്ച് കൂത്താടികളെയും കൊതുക് മുട്ടകളെയും നശിപ്പിക്കാൻ ശേഷിയുള്ള ബാക്ടോപവർ എന്ന കീടനാശിനിയാണ് പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നത്. ജില്ലയിൽ ആദ്യമായാണ് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഈ രീതിയിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങളില്ലാത്ത ജൈവ കീടനാശിനി ഉപയോഗിച്ച് കൊതുക് നശീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. പഞ്ചായത്തിലെ വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിലെല്ലാം വരും ദിവസങ്ങളിൽ ഈ പ്രവർത്തനം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. പൂർണ്ണമായും പഞ്ചായത്തിനകത്തെ പ്രത്യേകിച്ചും തീരപ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് കൊതുക് നിവാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ജാഗ്രതയോടുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. ബാസിലസ് തുറിഞ്ചിയ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ബാക്ടീരിയ, അത് ബാക്ടോപവർ, ആ ബാക്ടോപവർ ഈ രീതിയിലേക്ക് തെളിച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂറിനുള്ളിൽ പൂർണ്ണമായിട്ടും കൊതുകുകളെ ഇല്ലാതാക്കാൻ വേണ്ടി കഴിയും. ബാസിലസ് തുറിഞ്ചിയുടെ ആഹാരം ഈ കൊതുകിൻ്റെ മുട്ടകളാണ്. തിരുവനന്തപുരം നഗരസഭ വളരെ വിജയകരമായ രീതിയിലേക്ക് ഈ കൊതുക് നിവാരണത്തെ പരീക്ഷിച്ച് വിജയം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെറുവത്തൂർ പഞ്ചായത്ത് ആരോഗ്യവകുപ്പുമായി ആലോചിച്ച് ചേർന്നുകൊണ്ട് ലോകാരോഗ്യ സംഘടന അംഗീകരിച്ചിട്ടുള്ള രീതിയിലേക്കുള്ള ഈ ബാക്ടോപവർ തെളിക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുക്കുന്നത്. പരിപാടിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് CV പ്രമീള അധ്യക്ഷയായി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. നാരായണൻ, പഞ്ചായത്ത് അംഗങ്ങളായ മിനിമോൾ, വത്സല, ശ്രീജ, പഞ്ചായത്ത് സെക്രട്ടറി TV പ്രഭാകരൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ C. സുരേഷൻ എന്നിവർ സംസാരിച്ചു. ആരോഗ്യ പ്രവർത്തകരായ PT ശ്രീനിവാസൻ, PV മഹേഷ് കുമാർ, രത്നവല്ലി എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി.
ചെറുവത്തൂരിൽ ചരക്ക് സേവന നികുതിയും ഡിജിറ്റൽ ബാങ്കിങ്ങും വിഷയമാക്കി സെമിനാർ സംഘടിപ്പിച്ചു. കോമേഴ്സ് ടാക്സ് ഡെപ്യൂട്ടി കമ്മീഷണർ സി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സെമിനാറിൽ റോട്ടറി പ്രസിഡന്റ് വി സുധീർ അധ്യക്ഷനായി. ടി.ആർ. സുനിൽ, ടി.കെ.സി. അബ്ദുൽ ഖാദിർ ഹാജി എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ, എ.വി. പ്രഭാകരൻ, സജീവൻ വെങ്ങാട്ട് എന്നിവർ സംസാരിച്ചു. ഈ ക്ലാസ് എല്ലാവരും സശ്രദ്ധം കേട്ട് അതെല്ലാം മനസ്സിലാക്കി നിങ്ങൾക്കുള്ള എല്ലാ ഡൗട്ടും ദൂരീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെമിനാറാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ സംശയങ്ങൾക്കും ഇതിനെല്ലാം ദൂരീകരണത്തിന് ഈ ഇതുപോലുള്ള ക്ലാസ് വളരെ നല്ലൊരു വിഷയമാണ്. എല്ലാവരുടെയും സംശയങ്ങൾ നമ്മൾ ആർ. വൈദ്യനാഥൻ, മധു കരിമ്പിൽ, പി.വി. രത്നാകരൻ, രമേശൻ കൂളിക്കര, സി.വി. രമണൻ എന്നിവർ ക്ലാസ് എടുത്തു. എം.പി. ശ്യാംകുമാർ സ്വാഗതവും കെ.വി. ബാബുരാജൻ നന്ദിയും പറഞ്ഞു. കന്നുകാലി കടത്തും വിൽപ്പനയും നിരോധിച്ച കേന്ദ്ര സർക്കാർ ഉത്തരവ് പിൻവലിക്കണമെന്ന ആവശ്യം. ജില്ലയിലെ 12 കേന്ദ്രങ്ങളിലെ കേന്ദ്ര സർക്കാർ ഓഫീസ് കർഷക സംഘം പ്രവർത്തകർ പിക്കറ്റ് ചെയ്തു. ജില്ലയിലെ 12 കേന്ദ്രങ്ങളിലെ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലാണ് കർഷക സംഘം പ്രവർത്തകർ പിക്കറ്റ് ചെയ്തത്. കന്നുകാലി കടത്തും വിൽപ്പനയും നിരോധിച്ച കേന്ദ്ര സർക്കാർ ഉത്തരവ് പിൻവലിക്കുക, കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുക, ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജില്ലയിലെ 12 കേന്ദ്രങ്ങളിലെ കേന്ദ്ര സർക്കാർ ഓഫീസ് കർഷക സംഘം പ്രവർത്തകർ പിക്കറ്റ് ചെയ്തത്. ജില്ലാ പ്രസിഡന്റ് പി. ജനാർദ്ദനൻ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ രാജ്യത്തിനകത്ത് വളർത്തുമൃഗങ്ങളെ പീഡിപ്പിക്കുന്നതിനായിട്ടുള്ള നിയമത്തിന്റെ മറപിടിച്ചുകൊണ്ട് രാജ്യത്തിനകത്ത് കന്നുകാലി വിൽപ്പനയും കന്നുകാലി ചന്തയും കന്നുകാലി കശാപ്പും ഉൾപ്പെടെ നിരോധിച്ചുകൊണ്ടുള്ള ഒരു വനം പരിസ്ഥിതി വകുപ്പിന്റെ ഒരു പുതിയ നിയമം രാജ്യത്തിനകത്ത് കൊണ്ടുവന്നത്. ആ നിയമത്തിന്റെ ഭാഗമായി രാജ്യത്തിനകത്ത് ഇതുവരെ നടന്നു വന്ന കന്നുകാലി വ്യാപാരം, കന്നുകാലികളെ വളർത്തൽ, കന്നുകാലികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റു ഉപജീവനങ്ങൾ ഇതെല്ലാം തന്നെ പൂർണ്ണമായിട്ടും അസ്തമിക്കുന്ന വിധത്തിലേക്ക് നമ്മുടെ രാജ്യത്ത് സംഭവവാസങ്ങൾ മാറി വരികയാണ്. നമ്മുടെ രാജ്യം അതിപുരാതന കാലഘട്ടം തൊട്ട് തന്നെ നമ്മുടെ രാജ്യത്തിനകത്ത് മനുഷ്യർ മൃഗങ്ങളെ ഇണക്കി വളർത്തുകയും അതിന്റെ പാലും അതുപോലെ മാംസവും എല്ലാം ഉപയോഗിച്ചു വന്നത് അതങ്ങനെ മനുഷ്യന്റെ ആദിമ കാലഘട്ടം തൊട്ട് തന്നെ ഉള്ള ഒരു കാര്യമാണ്. സി ബാലകൃഷ്ണൻ അധ്യക്ഷനായി. മൂലക്കണ്ണം പ്രഭാകരൻ സ്വാഗതം പറഞ്ഞു. അജാനൂർ ഗവൺമെന്റ് ഫിഷറി സ്കൂളിൽ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി എം മുകുന്ദന്റെ കുട നന്നാക്കുന്ന ചോയിയും നൃത്തം ചെയ്യുന്ന കുടകൾ എന്നീ കൃതികളിലെ കഥാപാത്രങ്ങളെ വലിയ കാൻവാസിൽ വരച്ച് പുസ്തകാവതരണം നടത്തി. സ്കൂളിലെ ചിത്രകലാ അധ്യാപകനും കുട്ടികളും ചേർന്നാണ് വേറിട്ട പരിപാടി ഒരുക്കിയത്. അജാനൂർ ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിൽ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായാണ് എം മുകുന്ദന്റെ കുട നന്നാക്കുന്ന ചോയിയും നൃത്തം ചെയ്യുന്ന കുടകൾ എന്നീ കൃതികളിലെ കഥാപാത്രങ്ങളെ വലിയ കാൻവാസിൽ വരച്ച് പുസ്തകാവതരണം നടത്തിയത്. സ്കൂളിലെ ചിത്രകലാ അധ്യാപകൻ അരവിന്ദാക്ഷൻ പുതിയകണ്ഠവും കുട്ടികളും ചേർന്നാണ് ചിത്രങ്ങൾ വരച്ചത്. പുസ്തകാവതരണത്തോടൊപ്പം കഥാപാത്രങ്ങളുടെ ചിത്രങ്ങൾ കൂടിയായപ്പോൾ കുട്ടികൾക്ക് അത് വേറിട്ട അനുഭവമായി. ചടങ്ങിൽ സാമൂഹിക പ്രവർത്തകനായ കുട്ടിയേട്ടൻ അദ്ദേഹത്തിന്റെ പുസ്തക ശേഖരം വിദ്യാലയത്തിന് കൈമാറി. അങ്ങനെ 1 തോക്കാതെ 2ലേക്കും 2 തോക്കാതെ 3ലേക്കും 3 2 വർഷം 3 ഞാൻ തോറ്റു. 4 2 വർഷം തോറ്റു. 6 2 വർഷം തോറ്റു. ഇതിന്റെ പിന്നിൽ എന്താണെന്ന് അറിയണം. എനിക്ക് അന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു ഈ എന്റെ ഒരുമിച്ചുള്ള കുട്ടികളെല്ലാം മാപ്പ് ഡ്രോയിങ് അടിയിൽ വെച്ച് ബാക്കി നോട്ട് ബുക്ക് മുകളിൽ വെച്ച് അതിന്റെ സൈഡിലേക്ക് സ്കെയിൽ വെച്ച് അത് എലാസ്റ്റിക് ഇട്ട് അതിനൊരു അച്ചടക്കം അത്ര പുസ്തകം എനിക്ക് ഇല്ല അതുപോലെ ചെയ്യാൻ. എന്തിനേറെ പറയുന്ന ക്ലാസ്സിൽ നോട്ട് ബുക്ക് ഉപയോഗിച്ച് ഞാൻ എഴുതിയത് ഞാൻ സ്കൂളിൽ അന്ന് എത്തുന്ന ടൈം രാവിലെ 7:30 മണിയാണ്. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി A.G. നാരായണൻ 86-ാം വയസ്സിലും സ്കൂളിലെത്തി പഴയകാല പാഠപുസ്തകങ്ങൾ ഓർത്തെടുത്തു. അജാനൂർ പഞ്ചായത്ത് അംഗം പാർവതി നാരായണൻ, PTA പ്രസിഡന്റ് KG സജീവൻ, പ്രധാനാധ്യാപകൻ AG ശംസുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
GST പ്രാബല്യത്തിൽ വന്നതോടെ ചെക്ക് പോസ്റ്റുകളില്ലാതെ കേരള കർണാടക അതിർത്തി ഗ്രാമങ്ങൾ. മഞ്ചേശ്വരം വാമഞ്ചൂരിലെ ചെക്ക് പോസ്റ്റ് ഒഴിവാക്കിയതോടെ ആശങ്കയിൽ ചെറുകിട കച്ചവടക്കാർ. ജില്ലയിൽ കോഴി ഇറച്ചിക്ക് പൊള്ളുന്ന വില. കിലോയ്ക്ക് 110 രൂപയുണ്ടായിരുന്ന കോഴി ഇറച്ചിക്ക് വർദ്ധിച്ചത് 40 രൂപ. ആശങ്കയിൽ കച്ചവടക്കാരും ജനങ്ങളും. സെക്രട്ടേറിയറ്റ് മാർച്ചിന് നേരെ പോലീസ് നടത്തിയ ലാത്തിച്ചാർജിൽ പ്രതിഷേധിച്ച് ABVP സംസ്ഥാന വ്യാപകമായി വിദ്യാഭ്യാസ ബന്ദ് നടത്തി. കാസർഗോഡ് നഗരത്തിൽ ABVP പ്രവർത്തകർ വിദ്യാഭ്യാസ മന്ത്രിയുടെ കോലം കത്തിച്ചു. വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരിന് SFI അവകാശ പത്രിക സമർപ്പിച്ചു. പത്രിക അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രവർത്തകർ കാഞ്ഞങ്ങാട് RD ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സംസ്ഥാന സർക്കാരിന്റെ സമ്പൂർണ്ണ ശുചിത്വ പദ്ധതിയിൽ അണിചേർന്ന് പോലീസ് സേനയും. ആദ്യ ദിവസം സ്വന്തം സ്റ്റേഷൻ പരിസരം ശുചീകരിച്ച് പോലീസുകാർ മാതൃകയായി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.